കോഫി ഇതാണ് ടോക്കിന്റെ സാറേ യെസ് നാഗേഷ് സാർ എന്താ വർത്തമാനം? ഇരിക്കുന്നുണ്ട്, അടിപൊളി. നമുക്ക് തുടങ്ങല്ലേ എന്നാ മീറ്റിംഗ്? യെസ് Okay, all. Meeting call to order. Good morning, all. The meeting in connection with the Coffee Talk 7 a.m. program is hereby called to order. 788 ദിവസമാണ് നമ്മൾ തമ്മിൽ കാണുകയും പരസ്പരം അറിയുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കെട്ടുറപ്പോടെ ആ സ്നേഹബന്ധം ഇന്ന് നിലനിർത്തിയിട്ടാണ് നമ്മളെല്ലാം പോകുന്നത്. ഓരോ ദിവസത്തിനും പല പല പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫെബ്രുവരി 7. അത് എന്താ പറയാ, റോസാപ്പ് ഡേ ആചരിക്കുന്ന വാലന്റൈൻസിന്റെ സോറി 8 റോസാപ്പൂ ആചരിക്കുന്ന വാലന്റൈൻസിന്റെ ആരംഭ ദിനമായി കിടക്കുന്ന ഈ പ്രണയദിനത്തിൽ സ്നേഹവും സ്നേഹബന്ധവും ആഘോഷിക്കപ്പെട്ടവർക്ക് റോസാപ്പൂകൾ സമ്മാനിക്കുന്ന പതിവുണ്ടെന്ന് വിക്ടോറിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഓരോ റോസാപ്പുകൾ ഈ പുലർച്ചെ തന്നെ നൽകിക്കൊണ്ട് ഇന്നത്തെ കോഫി ടോക്കിന്റെ വെൽക്കം പറയാൻ വേണ്ടി നമ്മളുടെ കോഫി ടോക്കിന്റെ ഷമിത മാമിനെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ഷമിത മാം. Thank you, Spanka. Thank you. Good morning, all. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഈ ഒരു സുപ്രഭാതത്തിൽ ഒരു വെൽക്കം സ്പീച്ച് പറയാൻ തന്ന ചെയർമാൻ ആദ്യമായിട്ട് തന്നെ ഒരു താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു കോഫി ടോക്ക് 788 ദിവസം ഇത്രയും ആളുകളെ വെച്ചിട്ട് ഇങ്ങനെ റൺ ചെയ്യിക്കുന്ന ഈ ഒരു കോഫി ടോക്ക് നമ്മുടെ അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ഇഷാം സാർ, രേഖ മാം, സുനില മാം, ശ്രീജി സാർ, മുജീബ് സാർ, അപ്പോൾ ഓരോ കോർഡിനേറ്റേഴ്സിനും ആദ്യം തന്നെ ഈ ഒരു വെൽക്കം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള നിർമ്മല മാമിനെ ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മോർണിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കോഫി ടോക്കിന്റെ മോർണിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും മാഡം ഉണ്ട്. അപ്പോൾ വെൽക്കം മാഡം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും രസമായിട്ട് ഇത്രയും ഒരു നല്ല രീതിയിൽ ഒരു ബന്ധത്തോടു കൂടി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓഡിയൻസ് ആണ്. അപ്പോൾ ഈ ജേസി ആയിട്ടുള്ള നോൺ ജേസി ആയിട്ടുള്ള എല്ലാ ഓഡിയൻസിനെയും അതുപോലെ തന്നെ ഈ ഒരു കോഫി ടോക്കിന്റെ ഈ 788ാമത്തെ ദിവസത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ചെയർമാൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയർമാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. അറിയാം ഷമിത ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം. കോഫി ടോക്കിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. നമ്മളുടെ ട്രെയിനർ എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. കോഫി ടോക്കിന്റെ ഒരു അമ്മയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം ഒരു പുഞ്ചിരി തൂകിയിട്ടുള്ള മുഖവുമായിട്ടാണ് നമ്മിലേക്ക് നമ്മുടെ മാം വന്നിട്ടുള്ളത്. സെനറ്റർ പ്രൊഫസർ നിർമ്മല നാഷണൽ ട്രെയിനറാണ്. അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. എങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ബൈ റിസർച്ച് ഇൻ മൈക്രോബയോളജി ഫ്രം ഗ്രാൻഡ് മെഡിക്കൽ കോളേജ് മുംബൈ, MSc Physiology, MBA HR, Highest Rate in Communicated Skills from Trinity College, London, Certified Career Counselor, National Trainer, JCI Other, രവി പുരസ്കാർ അവാർഡ്, ഐക്കോണിക് ട്രെയിനർ, JCI ഇന്ത്യ 2021. അതുപോലെ തന്നെ UN പോയിട്ട് നമ്മളെ നമ്മളുടെ അഡ്രസ്സ് JCIന്റെ അഡ്രസ് ആണെന്നുണ്ടെങ്കിലും ശരി, കേരളത്തിന്റെ അഡ്രസ് ആണെന്നുണ്ടെങ്കിലും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് അതിനെ കുറിച്ചിട്ട് നല്ലൊരു ബുക്ക് അടക്കം എഴുതിയിട്ട് അത് മാം ഇവിടെ ഇതിലൊരിക്കൽ അത് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട്. മനോജ് സാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ആ ബുക്ക് കണ്ടിരുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മൾക്ക് ചില സമയങ്ങളിൽ ട്രെയിനർമാരെയും കിട്ടാതെ വരും. ഏത് സമയത്തും എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിളിപ്പുറത്ത് മാം ഉണ്ടാകും. എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ നിർമ്മല മാമിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ ഫ്ലോർ നിർമ്മല മാമിനെ കൈമാറുന്നു. പ്ലീസ് വെൽക്കം നിർമ്മല മാം. മ്യൂട്ടാണ് മാം, മ്യൂട്ടാണ്. Can you be my daddy till I die? Asked the little girl. Mike was shocked. After some time, he just nodded his head and said, "Sorry, I can't." Good morning, ladies and gentlemen on this forum, and thank you, Chair, for this opportunity. The power of love. Nina was a little girl, 7-year-old, in the pediatric oncology ward. Mike
was a biker, Defender motorcycle club member. There were 15 of them. He was a tall, muscular man, tattooed on both arms, his beard coming right down to his chest. He looked intimidating, but he had a heart of gold. Every Thursday, he would come to this pediatric ward to read stories to little children. Today, while he waited in front of room number 242, the nurse had already told him about the case. A 7-year-old girl in her last stages. And her mother had come and admitted her and never came back. No one visited her. If she stabilized, they would put her in a foster home. The palliative care was taking care of her now. But if she did not stabilize, she would be dying alone with only the hospital members around her. With a heavy heart, Mike opened the door and said, "Hello, I'm Mike." The little girl turned round to look at him. She had tubes all over her body. Her hair was gone due to chemo. But she had the most beautiful brown, expressive eyes that looked straight to Mike. "I have a story about a dinosaur who wants to fly. Do you want me to read it to you?" She nodded. He pulled a chair close to the bed and started reading. Halfway through the story, she interrupted. She said, "Mike, can you be my daddy till I die?" Mike said, "No, sweetheart, you won't die." She said, "I know. I heard the doctors talk. 3 months at the most, they say. At least pretend to be my daddy till I die." A lump formed in Mike's throat. His mind raced back 20 years ago when his one and only 16-year-old daughter had been taken by a hit-and-run case. He was just a biker now, a rough, tough biker who rode loud, who drank hard, and even today, who woke up into an empty house screaming the name of his dead daughter. How could he be a daddy to anyone? He shook his head. He said, "I'm honored, sweetheart, but I'm no good at this daddy business anymore. I'll mess it up." The little girl's face shone like the sunrise. She said, "Well, you can practice on me. It's just 3 months." Just like that, a daddy-daughter relationship was formed. Mike got all the paperwork done. He said, "I'll take care of this girl. If she stabilizes, I'll take her home as my daughter. If not, I'll be with her day in and day out till her last breath." He kept his word. He stayed with her, reading stories to her, playing games with her. And when the pain got real tough, he would climb into the bed, carry the little girl, place her on his chest, and sing Johnny Cash songs to her, which his daughter loved. The 15 members of the Defenders Motorcycle Club also pitched in. 15 Harley bikes screeching into the hospital ground used to scare the security guards. But they came with soft toys, tinkling fairies, and whatnot. One guy even bought a pink bedsheet. Another bought a vest which said "Daddy's Girl." And it was fun. It was not a hospital ward anymore. After a few days, the doctor said, "It's amazing
her disease had to be exceeding right now, but it's decreasing. I mean, she's not getting better, but she's not getting worse either. 3 months down the line, they called Mike into the office and said, "We can't explain this, but her tumor is regressing. There's remission in her tumors. Why? We can't explain." Mike smiled. He knew it was just tough, tattooed love, nothing more. 18 months after she asked him to be her daddy, she walked out of the hospital, clutching Mike's hand, walking on her 2 feet. The members of the Defenders Club gave a warm welcome. A lovely party with lots of soft toys and a little puppy. And there was a cake as large as the Harley bike tire. She hugged Mike and said, "Daddy, I don't think I'm going to die." Mike held her with tears in his eyes. He said, "You can't die on me now, baby, because I'm just starting to be a daddy all over again." And they lived on. Today, she's 15 years old, no sign of cancer. But every Thursday, she hops onto the Harley bike behind Mike, hugging him from behind. And they go to the hospital to read stories to little children with terminal illness to see if miracles can happen again. That is the power of love, my friends. That is the power of love. As trainers, as people in society, let's go out and spread this selfless love and gratitude because it pays back in dividends. It is not the number of years that you have to live, but the time you spend in giving out the number of years, because no one knows how long we are here on the surface of the earth. That is the power of love, my friends. That is the power of love. Thank you. താങ്ക് യു മാം. എല്ലാ ദിവസവും മലയാളങ്ങൾ കൊണ്ട് അല്ലേ കവിതകളും കഥകളും മോട്ടിവേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നമ്മളുടെ ഇടയിലേക്ക് മാറ്റങ്ങളുടെ ഒരു കൈമാറ്റം തന്നെയാണ് ഇന്നേക്ക് നിർമ്മല മാം തന്നിട്ടുള്ളത്. ഏതായാലും അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്ക് പറയാം. എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് നിർമ്മല മാഡം. Yes, Nagesh sir. ആ കഥ നിങ്ങൾ പറയുമ്പോ ഞങ്ങളത് വിഷ്വലൈസ് ചെയ്ത്. മാഡം എനിക്കൊരു ചെറിയ ഡൗട്ട്. ആ പെൺകുട്ടിന്റെ പേരെന്താണ് ആ സ്റ്റോറി ഇതില്? ലീന. ഓക്കെ. നല്ലൊരു പിക്ചറൈസ് ചെയ്തിട്ട് മാഡം പറയേണ്ടതെല്ലാം അതിൽ ഉൾക്കൊടുത്ത് ആ സ്റ്റോറിയിലുണ്ട്. ലവ് ഈസ് പവർഫുൾ. അതിനെ ഒരിക്കലും ഇറ്റ് ഹാസ് നോ ഡിഫീറ്റ്. Storytelling is very powerful for Lina. Yeah. Love is strongest first in the forces in the human life. തീർച്ചയായിട്ടും. Yeah. അത് ഏത് ലവ് എടുത്താലും love has got its power. അതാണ്. അതിനെ മീറ്റ് ചെയ്യുന്ന ഏതിനും പറ്റുള്ളാന്ന് നമ്മളെ മാർദർ ജൂനിയർ പറഞ്ഞില്ലേ? ഏത് ഫോഴ്സിനും പോലും ഡിഫീറ്റ് ചെയ്യാൻ ലവിന് സാധിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലവിനെ പറ്റി കുറെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം അറിയാം, മദർ ഒരു വിതൗട്ട് എനി ഒന്നും ആവശ്യപ്പെടാതെ ഒന്നും ആഗ്രഹിക്കാതെ കുട്ടീനെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. കുറെ അസുഖമായതാ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ട് ഉള്ള കുട്ടികളും പോലും അവർ വളർത്തിയിട്ട് ആ സ്നേഹത്തോട് അവരെ നല്ലൊരു നിലക്കൊക്കെ എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ മറ്റേ ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികളെ സ്റ്റോറിയൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ അതിലെ ബാക്കിലെല്ലാം ആ മദറിന്റെ സാക്രിഫൈസും ആ സ്നേഹത്തിന്റെ ബലമാണ് അവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ മാഡം ഈ സ്റ്റോറിയിൽ അത് എല്ലാവർക്കും പറഞ്ഞു തന്ന് നല്ലൊരു സെഷനാണ്. രാവിലെ കിട്ടേണ്ട ഒരു മെസ്സേജ് ആണ്. സ്നേഹിച്ച എന്തിനെ തോൽപ്പിക്കാൻ പറ്റൂ. മാഡം താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വാലന്റൈൻസ് ഡേയുടെ തുടക്കമാണല്ലോ, അപ്പൊ ലവിന്റെ തന്നെ യെസ്, നല്ലൊരു
സെഷൻ ആയിരുന്നു. അഡോളസൻസിൽ തന്നെ ആ കാമുകന്മാര് പ്രേമിക്കാൻ തുടങ്ങുമ്പോ വെദർ ദേ ആർ റൈറ്റ് ഓർ റോങ് അവര് എന്തും തരണം ചെയ്യാനാണ് റെഡി. പെയിൻ ഇസ് നോ പ്രോബ്ലം ഫോർ ദം. നാട്ടുകാരോ വീട്ടുകാരുടെ എതിർപ്പൊന്നുമില്ല. ഐ മീൻ അത്രയും ലേറ്റർ ഓൺ മേ ബി ദേ ഫൈൻഡ് ഇറ്റ്സ് റോങ് വാട്ട് ദേ ഡിഡ്, ബട്ട് ആ സമയത്ത് അത്രയും പവർഫുൾ ആണ് ലവ്. മാഡം, ഇത് പറയാൻ ഞാനതിന് യോഗ്യനാണ്. ഞാൻ 5 വർഷം നീണ്ടു നിന്നിട്ട് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതാ, അതും ഒരു ക്രിസ്ത്യൻ പെണ്ണിനാണ്. നിങ്ങൾക്ക് അത് ഓർക്ക 80s എങ്ങനായിരുന്നു നമ്മുടെ കേരളത്തിലും എല്ലാ സ്ഥലത്തിലും ജനങ്ങളെ ഫീലിംഗ്. ഇപ്പൊ ഒക്കെ അത് ബ്രോഡായി, ഇപ്പൊ പ്രശ്നേ ഇല്ല, ആരും ജാതിയും ഇതൊന്നും ഒക്കെ കേൾക്കുന്നില്ല. അന്നെല്ലാം ഭയങ്കര ഇതാണ്. മേഡം പറഞ്ഞ മാതിരി തന്നെ അവളും ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഒക്കെ വന്ന് ഞാനും ഇത്. പക്ഷെ പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ 2 ഫാമിലീസ് നമ്മൾ നന്നായിട്ട് ഇതുവരെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ അതാ അതിന്റെ ആ പവർ. എന്നാൽ അവിടെയും അതാണ്, അത്ര ക്ലോസ് ആവാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ മക്കൾ വന്ന 3 ജനിച്ചപ്പാട് എല്ലാവർക്കും ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഫാമിലീസ് എല്ലാം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി. അതും അവിടെയും ആ ലവിന്റെ പവറാണ്. ഇതിപ്പം 40th ഇയർ ഞങ്ങൾ ഡിസംബറിൽ കൊണ്ടാടിയത്, ഞങ്ങളുടെ 40th ആനിവേഴ്സറി. അതാണ് പറഞ്ഞ ലവിന്റെ പവറാണ്. മാഡം അത് കൃത്യമായിട്ട് പറഞ്ഞു. ലവ് ക്യാൻ ഡിഫീറ്റ് എനിത്തിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉസ്മാൻ സർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് എടുത്ത്, സമയം ഉള്ളതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് എടുത്ത്, സോറി. ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ്. നല്ല സ്റ്റോറി ആയിരുന്നു. പിന്നെ സ്നേഹത്തിന്റെ മുമ്പിൽ എത്ര മാരകമായ ക്യാൻസർ രോഗമാണെങ്കിൽ പോലും മാറ്റാൻ കഴിയുമെന്ന് മൈക്ക് തെളിയിച്ചു. അത് നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെ. ട്രാവലിംഗിലാണല്ലേ? യെസ് യെസ് സർ. ട്രാവൽ ആയതുകൊണ്ട് ബ്രേക്ക് വരുന്നുണ്ട്. എന്ന് തന്നെയാണ് അവള് കരുതുന്നത്. വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി. അതെ, ഉണ്ടാവോ? ഇടയ്ക്ക് ബ്രേക്ക് വന്ന് മനോജ് സർ. ഞാൻ അവസാനിപ്പിക്കാം. അതായത് മൈക്കിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ക്യാൻസർ രോഗം പോലും മാറ്റിമറിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇറ്റ്സ് എ വെരി ഇൻസ്പിറേഷണൽ സ്റ്റോറി ടു ഓൾ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചെയർമാൻ. താങ്ക് യു. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് മാം. നല്ല സ്റ്റോറി ആയിരുന്നു. നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ ഉള്ള ഒരു അനുഭവമായി. അവസാനം കണ്ണ് നിറഞ്ഞു. എനിക്ക് ഇങ്ങനെ സ്റ്റോറി പറയാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മാമിനെ കാണുന്നത് തന്നെ നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു മാം. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരണം. തീർച്ചയായിട്ടും. അടുത്ത ആള് പറഞ്ഞോളൂ. അയ്യോ, ഹേമരാജിന് ഇതൊന്നും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, സമയമുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം മാഡം. പറയണോ? അതിന്റെ മലയാളം വേർഷൻ അതൊന്ന് ജസ്റ്റ് ഷോർട്ട് ആയിട്ട് പറഞ്ഞോളൂ. ഹേമ പയ്യു. ഓക്കെ, ഇത് ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക്കിൽ ഒരു വാർഡ്, ടെർമിനൽ മീൻസ് ഏറ്റവും മോശമായി കിടക്കുന്ന പിള്ളേരുടെ വാർഡാണ്. അപ്പോൾ ഈ ഹാർലി ബൈക്ക് ഓടിക്കുന്ന ഒരു ക്ലബുണ്ട്, ഡിഫൻഡേഴ്സ് ക്ലബ്. അവർ 15 പേരുണ്ട്. അതിൽ നിന്ന് മൈക്ക് എന്ന് പറഞ്ഞൊരു ആള്, അങ്ങോട്ട് മകള് നഷ്ടപ്പെട്ടു 20 കൊല്ലം മുമ്പ്. 15 വയസ്സായ ഒരു മകളായിരുന്നു. ഒരു കാറ് അടിച്ച് അവൾ മരിച്ചു. അന്ന് മുതൽക്ക് മൈക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് കൊച്ചുകുട്ടികൾക്ക് സ്റ്റോറീസ് വായിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങൊരു ഭാര്യ മരിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അങ്ങൊരു ആകെ തകർന്ന് പോയിക്കാണ്. അപ്പൊ ബൈക്കുമിലാണ് മുഴുവൻ പോണത്. കണ്ട വലിയൊരു പുരുഷൻ, മസ്ക്യുലറായിട്ടും ടാറ്റു ഇട്ടിട്ടും ആകെ വല്ലാണ്ടുള്ളൊരു മനുഷ്യന് താടിയൊക്കെ വെച്ചിട്ട്. അപ്പൊ കുട്ടികൾ കാണുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷെ അങ്ങൊരു ഹൃദയം ഭയങ്കര സോഫ്റ്റാണ്. എന്നിട്ട് പിള്ളേർക്ക് കഥകൾ വായിച്ചു കൊടുക്കുന്നതാണ് അങ്ങൊരു വോട്ടിക്കോൾ വിനോദം സോർട്ട് ഓഫ്. ആൻഡ് അന്ന്